Welcome to Beyond Belief. It's me, Binsha Mohandas. ഉപേക്ഷിക്കപ്പെട്ടൊരു പാവ, ദുരൂഹത നിറഞ്ഞ മുഖം, ഭീതിപ്പെടുത്തുന്ന പശ്ചാത്തല സംഗീതം. ഒട്ടുമിക്ക ഹൊറർ സിനിമകളിലും പാവകൾക്ക് വലിയ റോൾ തന്നെയാണുള്ളത്. കാഴ്ച കഴിഞ്ഞാലും പാവയുടെ തുറിച്ചു നോക്കുന്ന മുഖം നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് പാവകൾ നിറഞ്ഞ, പാവകൾക്ക് മാത്രമുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിലോ, കെട്ടുകഥകളെയും വെല്ലുന്ന തരത്തിൽ ഇത്തരമൊരു പാവദ്വീപുണ്ട് അങ്ങ് മെക്സിക്കോയിൽ. പാവകളുടെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളാൽ നിറഞ്ഞ ആ ദ്വീപിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. കുട്ടികളെന്ന് കേൾക്കുമ്പോൾ തന്നെ പാവകളും കളിപ്പാട്ടങ്ങളുമാണ് മനസ്സിലേക്ക് ഓടിയെത്തുക. ഓമനത്തം നിറഞ്ഞ, കണ്ടാൽ ആരുമൊന്ന് തൊട്ടു നോക്കാൻ ആഗ്രഹിച്ചു പോകുന്ന എത്ര പാവകളാണ് നാം കണ്ടിട്ടുണ്ടാവുക. എന്നാൽ പാവദ്വീപിലെ പാവകൾക്ക് മട്ടും ഭാവവും ഓമനത്വവുമല്ല. നരച്ചു തുടങ്ങിയ പാവകൾ കാഴ്ചക്കാർക്ക് ഭയമാണ് നൽകുന്നത്. കാരണം ദ്വീപിലുള്ള ഓരോ പാവയ്ക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട്. കാലാധിക്യം കൊണ്ട് മുഖം വികൃതമാവുകയും ശരീരഭാഗങ്ങൾ നഷ്ടമാവുകയും മേലാകെ പായലും പൂപ്പലും ബാധിക്കുകയും ചെയ്ത ആ പാവകൾക്ക് ഭീതിയല്ലാതെ മറ്റെന്താണ് സന്ദർശകർക്ക് നൽകാനുള്ളതും? ലാ ഇസ്ലാ ദെ ലാസ് മ്യൂണിക്കാസ് എന്നാണ് മെക്സിക്കോയിലെ ഈ ദ്വീപിൻ്റെ യഥാർത്ഥ പേര്. തെക്കൻ മെക്സിക്കോയിലെ ഷോജിമിഗോ കനാലുകൾക്കിടയിലാണ് ഈ ദ്വീപ്. സമ്പന്നമായ ഒരു ഭൂതകാലമോ ചരിത്രമോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഈ സ്ഥലം ഏതാനും വർഷങ്ങളായി സന്ദർശകരെ ആകർഷിക്കുന്നത് പാവകളുടെ പേരിലാണ്. അകാലത്തിൽ ദുർമരണപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയോടുള്ള ആദരസൂചകമായാണ് ദ്വീപിൽ പാവകൾ എത്തിത്തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. ആ സംഭവം അന്ന് ദ്വീപിൻ്റെ ഉടമസ്ഥനായ ജൂലിയൻ സന്താന ബറേറ അവകാശപ്പെട്ടത് ഇങ്ങനെയാണ്. നിരവധി വർഷങ്ങൾക്ക് മുൻപ് ദ്വീപിന് സമീപത്തെ താമസക്കാരിയായ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ ദ്വീപിന് ചുറ്റുമുള്ള വെള്ളത്തിലെ താമരച്ചെടികൾക്കുള്ളിൽ വീണ് മുങ്ങി മരിക്കുന്നു. ദ്വീപിന് സമീപത്ത് അവളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പാവയും ഒഴുകിയെത്തി ദ്വീപിലടിഞ്ഞു. പിന്നീട് പലപ്പോഴും എനിക്കെൻ്റെ പാവയെ വേണമെന്നുള്ള ഒരു കരച്ചിൽ ദ്വീപിൽ നിന്ന് കേട്ടതായാണ് ജൂലിയൻ അവകാശപ്പെട്ടത്. വെള്ളത്തിൽ വീണു മരിച്ച പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പാവയാണ് അത് എന്ന വിശ്വാസത്തിൽ പാവയെ ജൂലിയൻ പെൺകുട്ടിയെ സംസ്കരിച്ചതിന് സമീപത്ത് തന്നെ തൂക്കിയിട്ടു. ദ്വീപിൽ ജൂലിയൻ ചെയ്തിരുന്ന കൃഷി നശിച്ചത് പെൺകുട്ടിയുടെ ആത്മാവിൻ്റെ ശാപം കൊണ്ടാണെന്ന് ജൂലിയൻ വിശ്വസിച്ചു പോന്നു. ആത്മാവിനെ സന്തോഷിപ്പിക്കാനായി പിന്നെയും ഒരുപാട് പാവകളെ അദ്ദേഹം ദ്വീപിലേക്ക് എത്തിച്ചു. നാടായ നാടെല്ലാം നടന്ന് ചവറ്റുകുട്ടകളും മാലിന്യ കൂമ്പാരങ്ങളും തപ്പി ഉപേക്ഷിക്കപ്പെട്ട കേടായ പാവകൾ ശേഖരിച്ച് ജൂലിയൻ ദ്വീപിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിൽ നല്ലതും കേടായതുമായ പാവകൾ തുടങ്ങി പാവകളുടെ ശരീരഭാഗങ്ങൾ മാത്രം വരെ ഉണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദ്വീപിലെ എല്ലാ മരത്തിലും ചെടിയിലും കല്ലിലും എന്നോണം പാവകൾ കുമിഞ്ഞുകൂടി. അഗസ്റ്റിൻറ്റ എന്ന പേരിട്ട പാവയാണ് ജൂലിയൻ ദ്വീപിലേക്ക് എത്തിച്ച ആദ്യത്തെ പാവ. പൂക്കൾ തലയിലണിഞ്ഞ ഈ പാവയ്ക്കൊഴികെ 10,000-ഓളം വരുന്ന ഒരു പാവയ്ക്കും പേരില്ല. അഗസ്റ്റിനിറ്റയെ ദ്വീപിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ജൂലിയന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാവ ഇതാണെന്നാണ് ദ്വീപിന്റെ ഇപ്പോഴത്തെ കെയർടേക്കറായ ജേവിയർ റൊമേറോ സാന്ത പറയുന്നത്. 2001 ദ്വീപ് ഉടമസ്ഥനായ ജൂലിയൻ മരണപ്പെടുന്നത്. പെൺകുട്ടി മരിച്ചു കിടന്ന അതേ സ്ഥലത്തായിരുന്നു ജൂലിയന്റെ മൃതദേഹവും കണ്ടെത്തുന്നത്. ജൂലിയന്റെ ദുരൂഹ മരണവും ദ്വീപിനെ സംബന്ധിച്ച ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടി. മരിച്ച പെൺകുട്ടിയുടെ ആത്മാവാണ് ജൂലിയന്റെ മരണത്തിന് പിന്നിലെന്ന് ചിലർ പറയുമ്പോൾ, ജോലിക്കിടെയുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ചിലർ പറയുന്നു. ജൂലിയന്റെ മരണത്തോടെ ദ്വീപിനെക്കുറിച്ചുള്ള ദുരൂഹതകളും പ്രചരിക്കാൻ തുടങ്ങി. ദ്വീപിനെ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ആത്മാവ് വേട്ടയാടുന്നുണ്ടെന്നാണ് കഥകൾ പരക്കുന്നത്. പാവദ്വീപിനെ കാണാനുള്ള കൗതുകം കൊണ്ട് പലരും ഇവിടേക്ക് എത്തുന്നുണ്ട്. ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ
ഗോസ്റ്റ് ഹണ്ടേഴ്സിന്റെ ബക്കറ്റ് ലിസ്റ്റിലേക്കും ദ്വീപ് ഇടം നേടിയിട്ടുണ്ട്. പാവദ്വീപിനെ ചുറ്റി അനേകം കഥകൾ പരക്കുന്നുണ്ടെങ്കിലും പാരാനോർമൽ കഥകളാണ് അതിൽ വ്യാപകമായത്. ഇരുട്ടു പരന്നു തുടങ്ങുമ്പോൾ ജീവൻ വെക്കുന്ന, കൈയും കാലും തലയുമാട്ടുന്ന, അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന പാവകളെക്കുറിച്ചുള്ള കഥകളാണ് അതിൽ പ്രധാനം. പാവദ്വീപിനെ കുറിച്ച് കേട്ടെത്തി ദ്വീപിൽ തങ്ങിയ പലരും രാത്രിയിൽ ജീവൻ വെക്കുന്ന പാവകളെ കണ്ട് ഭയന്നോടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭീതിപ്പെടുത്തുന്ന കഥകൾ പ്രചരിച്ചതോടെ ദ്വീപ് സന്ദർശിക്കാൻ എത്തുന്നവരെല്ലാം ദ്വീപിൽ പുതിയ പാവകളെയോ അതല്ലെങ്കിൽ പാവകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങളോ നൽകാൻ തുടങ്ങി. എന്നാൽ ദ്വീപ് സന്ദർശിച്ച ചിലരെങ്കിലും ഈ അസാധാരണ സംഭവങ്ങളെ തള്ളി പറയുന്നുമുണ്ട്. കെട്ടുകഥകൾ കേട്ട് പേടിയോടെ സന്ദർശനത്തിന് എത്തുന്നത് കൊണ്ടാണ് പലതും തോന്നുന്നത്. ഒരു കൗതുക കാഴ്ചയ്ക്കപ്പുറം മറ്റൊന്നും ഈ പാവകൾക്കോ പാവദ്വീപിനോ ഇല്ലെന്നാണ് ഇവരുടെ ഭാഷ്യം. എന്നാൽ പാവകൾക്കിടയിൽ നിന്ന് അപശബ്ദങ്ങളും തേങ്ങലുകളും ഇപ്പോഴും കേൾക്കാമെന്നാണ് ജൂലിയന്റെ അനന്തരവനായ ദ്വീപിന്റെ ഇപ്പോഴത്തെ കെയർടേക്കർ കൂടിയായ ജേവിയർ റൊമേറോ സാന്ത പറയുന്നത്. പല ദിവസങ്ങളും ഒരു പെൺകുട്ടിയുടെ കരച്ചിലുകൾ കേൾക്കാറുണ്ട്. ശബ്ദത്തിന്റെ ഉറവിടം തേടിപ്പോയാൽ ശബ്ദം അകന്നു പോകുന്നത് പോലെ തോന്നും. ഇടയ്ക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ശബ്ദം ഉയരുന്നത് പോലെ തോന്നും. ഭയപ്പെടുത്തുന്ന ആ ശബ്ദം എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ജേവിയർ പറയുന്നു. ആയിരക്കണക്കിന് പാവകൾ മാത്രമല്ല, അത്രത്തോളം തന്നെ ചിലന്തികളുടെയും വിഹാര കേന്ദ്രമാണ് ഈ ദ്വീപ്. കാട് പിടിച്ചു കിടക്കുന്ന ദ്വീപിലെങ്ങും ചിലന്തികൾ വലിയ വലകൾ കെട്ടിയിരിക്കുകയാണ്. പാവകൾ പലതും വലകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. നശിക്കപ്പെട്ട പാവകൾക്കൊപ്പം ചിലന്തികളുടെ സാന്നിധ്യവും വലകളുടെ രൂപങ്ങളും പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. മനസ്സിലെ പേടിയും പേടി നൽകുന്ന കാഴ്ചകളുമാണ് ദ്വീപിലെ സന്ദർശകർക്ക് അസാധാരണമായ വിചിത്രമായ അനുഭവം സമ്മാനിക്കുന്നത്. ജൂലിയൻ തൻ്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ദ്വീപിലെത്തി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ മാനസിക നിലയ്ക്ക് തകരാറുണ്ടെന്നുമാണ് പലരും ആരോപിക്കുന്നത്. പാവകളെ ദ്വീപിലെത്തിച്ചത് ജൂലിയനാണെന്നും വെറുമൊരു കൗതുകത്തിനപ്പുറം മറ്റൊന്നും ദ്വീപിലില്ലെന്നും പറയപ്പെടുന്നുണ്ട്. വാസ്തവം എന്തായാലും ജൂലിയന്റെ വരവോടെ ദ്വീപിന്റെ തലവര പോലും മാറി മറിയുകയായിരുന്നു. ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദ്വീപിൽ പാവകൾ നിറഞ്ഞതോടെ ദ്വീപിനെ സഞ്ചാരികൾ തേടിയെത്താൻ തുടങ്ങി. കെട്ടുകഥകളുടെ അകമ്പടി കൂടി എത്തിയതോടെ നിഗൂഢ സ്ഥലങ്ങളുടെ ഭൂപടത്തിലേക്ക് പാവദ്വീപും ഇടം നേടി. ദ്വീപിന് ചുറ്റുമുള്ള കനാൽ വെള്ളം ആമ്പൽ ചെടികളാൽ നിറഞ്ഞതായിരുന്നു. ആമ്പൽ പൂക്കാലവും പൂക്കാലത്തിനും സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുന്നതിൽ വലിയ പങ്കു തന്നെയുണ്ട്. 1943 മുതലാണ് പാവദ്വീപ് ആഗോള ശ്രദ്ധ നേടുന്നത്. മെക്സിക്കൻ ചലച്ചിത്ര സംവിധായകനായ എമിലിയോ ഫെർണാണ്ടസ് തൻ്റെ മരിയ കാൻഡലേറിയ എന്ന ചിത്രം ദ്വീപിൽ വെച്ച് ചിത്രീകരിച്ചതോടെയാണിത്. ചിത്രത്തിന് പിന്നാലെ പല അന്താരാഷ്ട്ര പ്രാദേശിക ചാനലുകളും പാവദ്വീപിനെ പലതരത്തിൽ ചിത്രീകരിക്കാനെത്തി. ഹഫിംഗ്ടൺ പോസ്റ്റിലും ട്രാവൽ ചാനലിലും ABC ന്യൂസിലും തുടങ്ങി ഗിന്നസ് റെക്കോർഡിൽ പോലും പാവദ്വീപ് ഇടം നേടി. വേൾഡ്സ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹോണ്ടഡ് ഡോൾസ് എന്ന വിഭാഗത്തിലാണ് പാവദ്വീപ് റെക്കോർഡ് നേടിയത്. ആമസോൺ പ്രൈമിലെ ഡോക്യുമെന്ററി സീരീസായ ലോറിലും ദ്വീപ് ഇടം നേടി. ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ്, അൺഫീൽഡ്, അൺസോൾവ്ഡ് തുടങ്ങിയവയിലും പാവദ്വീപിന്റെ കഥകളുണ്ട്. ദ്വീപിന്റെ കഥകൾ ദേശത്തിന്റെ അതിരും കടന്ന് പ്രചരിച്ചതോടെ ലോകസഞ്ചാരികൾ പാവദ്വീപിനെ തേടിയെത്താൻ തുടങ്ങി. മെക്സിക്കോയിൽ നിന്ന് 1.5 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്ത് സഞ്ചാരികൾക്ക് പാവദ്വീപിലേക്കെത്താം. ഒട്ടുമിക്ക ബോട്ടുകളും ദ്വീപിലേക്ക് യാത്ര വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും പ്രേതകഥകളിൽ വിശ്വസിച്ചിരിക്കുന്ന ചിലർ സഞ്ചാരികളെ ഇവിടേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്നുമുണ്ട്. സഞ്ചാരികൾക്ക് ദ്വീപിലേക്ക് പാവകളെ എത്തിക്കാം, പക്ഷേ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് ഒരെണ്ണത്തിനെ പോലും കൊണ്ടുപോവാൻ സാധിക്കില്ല. മോഷ്ടിച്ചാൽ പോലും അതിന് പരിണിത ഫലം ഉണ്ടാകുമെന്നാണ് സന്ദർശകരും ദ്വീപ് കെയർടേക്കറും സമീപവാസികളുമെല്ലാം പറയുന്നത്. പാവദ്വീപിൽ ഇപ്പോൾ താമസക്കാർ ആരും തന്നെയില്ല. ഉപേക്ഷിക്കപ്പെട്ട മരം കൊണ്ടുണ്ടാക്കിയ 2 കെട്ടിടങ്ങളും പഴയ ഒരു മ്യൂസിയവും മാത്രമാണ് ഇവിടെയുള്ളത്. ഇവയിൽ നിറയെ പാവകൾ മാത്രമാണുള്ളത്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന ആദ്യ പാവ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ദ്വീപിനെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച നിരവധി പത്രമാസിക റിപ്പോർട്ടുകളുടെ പകർപ്പുകളും മ്യൂസിയത്തിലുണ്ട്.